ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യെസ് ബാങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം അപ്പർ സർക്യൂട്ടാണ് ഉണ്ടായത്. ഈ അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ യെസ് ബാങ്കിൽ ഒരു പുതിയ ബൈയിങ് മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ റീസൺ എന്താണ് എന്നതാണ് ചെക്ക് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. യെസ് ബാങ്കിൻ്റെ Q2 റിസൾട്ട് നമ്മൾ അനലൈസിസ് ചെയ്തായിരുന്നു. യെസ് ബാങ്കിൻ്റെ Q2 റിസൾട്ട് അനലൈസിസ് ചെയ്തപ്പോൾ തന്നെ ബാങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വന്നിരുന്നു. അതായത് പ്രീവിയസ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ സെയിം ക്വാർട്ടറിൽ ലോസ് റിപ്പോർട്ട് ചെയ്ത ബാങ്ക് ഇപ്രാവശ്യം ഒരു പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് പ്രോഫിറ്റിലായിരുന്നു. ഇത് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചതാണ് യെസ് ബാങ്കിൻ്റെ സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വരും എന്ന്. പക്ഷേ Q2 റിസൾട്ട് വന്നതിന് ശേഷം ഇതുവരെയും ബൈയിങ് മൊമെൻറ്റം വന്നില്ല. പകരം ഇപ്പോഴാണ് സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു അപ്പർ സർക്യൂട്ട് വന്നത്. ഇതിൻ്റെ പിന്നിലെ റീസൺ എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. അതിനു മുൻപ് യെസ് ബാങ്കിൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ കോഷനറി ആയിട്ട് ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്. കാരണം ഒരു പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി മാത്രമേ നമ്മൾ ഇൻവെസ്റ്റർ യെസ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് എപ്പോൾ അപ്പർ സർക്യൂട്ട് ആകും അല്ലെങ്കിൽ എപ്പോൾ ലോവർ സർക്യൂട്ട് ആകും എന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു ഐഡിയയുമില്ല. അതുപോലെ തന്നെ ഇത് വളരെ ഹൈ വോളിയം ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ ഓപ്പറേറ്റേഴ്സ് ആക്ടിവിറ്റിയും വളരെ കൂടുതലുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ നമ്മളുടെ ക്യാപിറ്റൽ, അതായത് ഹെവി ക്യാപിറ്റലിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ക്യാപിറ്റൽ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ചാർട്ട് പാറ്റേൺ തന്നെ നോക്കിയാൽ അറിയാം, യെസ് ബാങ്കിൽ ട്രെൻഡ് സ്ലൈറ്റ്ലി ഡൗൺവേർഡ് ട്രെൻഡാണ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ടൈമിൽ ഞാൻ യെസ് ബാങ്കിൽ ഒരു ട്രേഡ് എടുത്തപ്പോൾ 12 രൂപയ്ക്കുള്ള സ്റ്റോക്ക് ഞാൻ വാങ്ങി 17 രൂപയ്ക്ക് വിറ്റ ഒരു ട്രേഡായിരുന്നു ഞാൻ എടുത്തത്. അതിനുശേഷം ഞാൻ യെസ് ബാങ്കിൽ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ആ ട്രേഡ് എടുത്തതിന് ശേഷം യെസ് ബാങ്കിൽ എനിക്ക് തോന്നുന്നു അന്നൊരു 16 രൂപ വരെ യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് പോയി. അതിനുശേഷം സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഹൈയും ലോവർ ലോയുമാണ് ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം ബാങ്ക് നവംബർ മാസത്തിൽ ഫുൾ കൺസോളിഡേഷൻ ആയിരുന്നു. ശേഷം ഇന്ന്, അതായത് ലാസ്റ്റ് 2 ട്രേഡിംഗ് സെഷനിൽ വീണ്ടും അപ്പർ സർക്യൂട്ടായി. അതായത് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ട്രാപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൈംലി എക്സിറ്റ് ആവാനും അല്ലെങ്കിൽ ടൈംലി എൻട്രി ആവാനും ഈ സ്റ്റോക്കിൽ വളരെ പാടാണ്. ഈ ഒരു കോഷനറി ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും യെസ് ബാങ്കിലുള്ള മേജർ ഇവൻറ്റ്സിനെ എല്ലാം നമ്മൾ ആൾറെഡി പ്രീവിയസ് വീഡിയോകളിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ, യെസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. യെസ് ബാങ്കിൻ്റെ Q2 റിസൾട്ടും, അതായത് യെസ് ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ പ്രോപ്പർ റിസർച്ച് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്കൊരു പ്രോപ്പർ പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഉണ്ടാവണം. അങ്ങനെയുള്ളവർ മാത്രമേ യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അല്ലാത്തവർ ഇൻവെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആവാനും അതുപോലെ തന്നെ ലോങ് ടൈം പോർട്ട്ഫോളിയോ നെഗറ്റീവിലാവാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾക്ക് യെസ് ബാങ്കിൽ പുതിയതായിട്ട് ബൈയിങ് മൊമെൻറ്റം കൊണ്ടുവന്ന ന്യൂസ് എന്താണെന്ന് പരിചയപ്പെടാം. നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ഇന്ത്യ റേറ്റിംഗ് യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മറ്റൊരു റേറ്റിംഗ് ഏജൻസിയായ കെയർ അഥവാ CARE യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തതായിട്ട് ഒരു ന്യൂസ് വന്നു. ആ ന്യൂസ് വന്നതിന് ശേഷമാണ് സ്റ്റോക്കിൽ നല്ല ഒരു ബൈയിങ് മൊമെൻറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് യെസ് ബാങ്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ 5000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകളെ കെയർ B എന്ന കാറ്റഗറിയിൽ നിന്നും കെയർ BBB എന്ന കാറ്റഗറിയിലേക്കാണ് ഈ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തത്. അതായത് മുമ്പ് 5000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ ക്രെഡിറ്റ് അണ്ടർ വാച്ച് എന്ന കാറ്റഗറി ആയിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ അത് സ്റ്റേബിൾ കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8900 കോടി രൂപയുടെ ടയർ 2 ബോണ്ടുകളിലും 2231 കോടി രൂപയുടെ ലോവർ ടയർ 2 ബോണ്ടുകളെയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോണ്ടുകളെയും ഏകദേശം BBB, അതായത് കെയർ BBB എന്ന കാറ്റഗറിയിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് യെസ് ബാങ്കിൽ ഒരു പുതിയ മൊമെൻറ്റം ഉണ്ടാകുന്നതിന് കാരണമായ ന്യൂസ്. നമ്മൾക്കറിയാം യെസ് ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി നമ്മൾ Q2 റിസൾട്ടിൽ കണ്ടതാണ്. യെസ് ബാങ്ക് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതായത്
2019 Q2 യെസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ലോസിലായിരുന്നു, അതല്ലെങ്കിൽ നമ്മൾക്ക് നെഗറ്റീവിലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന കോളത്തിൽ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ Q2 റിസൾട്ടിൽ അതൊരു പ്രോഫിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് സ്റ്റോക്കിൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിലുണ്ടായൊരു വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം, നോൺ ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ട് വർധനവ് അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് Q2 റിസൾട്ട് വന്നതിന് ശേഷമാണ് റേറ്റിംഗ് ഏജൻസിയായ കെയർ യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തത്. പക്ഷേ Q2 റിസൾട്ട് അനാലിസിസിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ മറ്റൊരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ യെസ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ ഡിക്ലൈനാണ്. ഡെപ്പോസിറ്റ് യെസ് ബാങ്കിൽ ഡിക്ലൈനായി വരുന്നു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം നോക്കിയാലും അതും യെസ് ബാങ്കിൽ ഡിക്ലൈനായി വരുന്നു. ഈ രണ്ട് സിറ്റുവേഷൻ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവാണ്. ഇനി നമ്മൾക്ക് ഈ ന്യൂസ് റേറ്റിംഗ് ഏജൻസിയുടെ അപ്ഗ്രേഡേഷൻ കൂടാതെ മറ്റൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. ആ ന്യൂസും യെസ് ബാങ്കിൽ ഒരു മൊമെൻറ്റം സൃഷ്ടിക്കുന്നതിന് കാരണമായി. ഇനി നമ്മൾക്ക് ആ ന്യൂസ് എന്താണെന്ന് പരിചയപ്പെടാം. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ന്യൂസിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ന്യൂസിൽ യെസ് ബാങ്ക് അതിൻ്റെ 32,344 കോടി രൂപയോളം ഉള്ള ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPA മറ്റൊരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിൽക്കുവാനുള്ള ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടി അവർ ലോകത്തിലെ തന്നെ ഒരു പ്രമുഖ അക്കൗണ്ടിംഗ് കമ്പനിയായ ഏണസ്റ്റ് ആൻഡ് യങ്ങിനെ അതിൻ്റെ അഡ്വൈസറായി നിയമിച്ചു കഴിഞ്ഞു. ഇത് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് റിപ്പോർട്ട് ചെയ്തത് ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ റിപ്പോർട്ടിൽ നിന്നാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ബാങ്ക് അതിൻ്റെ NPAസിനെ മറ്റൊരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിറ്റ് അതിൻ്റെ NPAസിൽ നിന്നും ഗെയിൻ ഉണ്ടാക്കാൻ നോക്കുന്നു. ഇത് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റീസെൻ്റ്ലി നമ്മൾ മറ്റൊരു ന്യൂസ് കൂടി കണ്ടതാണ്. അതായത് യെസ് ബാങ്കിൽ ഉള്ള DHFLൻ്റെ ബോണ്ടിനെ യെസ് ബാങ്ക് വിറ്റിരുന്നു. ഏകദേശം 500 കോടി രൂപയോളമായിരുന്നു യെസ് ബാങ്ക് DHFLൻ്റെ ബോണ്ടുകൾ വിറ്റ് സമാഹരിച്ചത്. അതുകൂടാതെ തന്നെ 2020 അവസാനത്തോടു കൂടി അതിൻ്റെ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടി യെസ് ബാങ്ക് അത് ഹോൾഡ് ചെയ്യുന്ന പല മ്യൂച്വൽ ഫണ്ടുകളെയും വിൽക്കുവാനുള്ള തീരുമാനത്തിലും എത്തിക്കഴിഞ്ഞു. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൻ്റെ ഇതുവരെയുള്ള അതായത് യെസ് ബാങ്കിൻ്റെ റീകൺസ്ട്രക്ഷൻ പ്ലാനിന് ശേഷം SBIയുടെ പ്രശാന്ത് കുമാർ യെസ് ബാങ്കിൻ്റെ CEO ആയി അപ്പോയിൻമെൻ്റ് ആയതിനു ശേഷം നമ്മൾ കണ്ടതാണ് 15,000 കോടിയോളം രൂപ FPO വഴി യെസ് ബാങ്ക് സമാഹരിച്ചു കഴിഞ്ഞു. അതിനുശേഷം 5,000 കോടിയോളം രൂപ റീഫിനാൻസിങ് വഴിയും യെസ് ബാങ്ക് സമാഹരിച്ചു കഴിഞ്ഞു. ആ ഒരു ക്യാപിറ്റലിൽ നിന്നും യെസ് ബാങ്ക് വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. യെസ് ബാങ്ക് അതിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടി എവിടുന്നെല്ലാം, അതോടൊപ്പം തന്നെ നമ്മൾ Q2 റിസൾട്ടിൽ കണ്ടതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ യെസ് ബാങ്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻകത്തിൽ നിന്നും അതുപോലെ തന്നെ നോൺ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നും യെസ് ബാങ്ക് എങ്ങനെ അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് യെസ് ബാങ്ക് അതിൻ്റെ ബ്രാഞ്ചുകളെ എങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് അതിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലോസിൽ നിന്നും ഒരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് ബാങ്ക് ആകുന്നതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുകയാണ്. ഇനി ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ വലിയൊരു മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം ഇതെല്ലാം ഒരു റിഫ്ലക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പേപ്പറിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ആവണമെങ്കിൽ സ്റ്റോക്കിന് അല്ലെങ്കിൽ ബാങ്കിന് ഏകദേശം 3 വർഷത്തോളം സമയമെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യെസ് ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾക്ക് ഡിസ്റ്റർബ് അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആവാത്ത രീതിയിലുള്ള ഒരു എമൗണ്ട് ഒരു പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ലക്ക്. യെസ് ബാങ്ക് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാം. പൈസ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും നമ്മളുടെ ബാക്കിയുള്ള ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ യെസ് ബാങ്കിൽ നടത്തേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.